ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ആ പാൽ അതിലേക്ക് ഒഴിക്കാം. പാലെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഇനി നമുക്ക് പാലിലേക്ക് ഇട്ടൊന്ന് അലിയിച്ചെടുക്കണം. ആ പാലിൽ കിടന്ന് പഞ്ചസാരയൊന്ന് അലിഞ്ഞ് നല്ലതുപോലെ പാലും പഞ്ചസാരയും കൂടെ കുറുകി വരണം. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് കുറച്ച് പാൽപ്പൊടി അതിലേക്ക് ആവശ്യമുണ്ട്. 2-2.5 സ്പൂണോളം പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി കലക്കി ഒഴിക്കാത്തത് കൊണ്ട് നമ്മൾ നേരിട്ട് ഇട്ടത് കൊണ്ട് നല്ലതുപോലെ അത് ഇളക്കി കട്ട പിടിക്കാത്ത രീതിയിൽ അതൊന്ന് ഉടച്ച് ഇളക്കി എടുക്കണം. നല്ലതുപോലെ കുറുകി വരണം. ഇനി നമുക്ക് അതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കി വെച്ചതും ക്യാരറ്റ് 2 അരച്ച് വെച്ചതും കൂടി ചേർക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഒഴിച്ച് ചേർക്കാം. ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കുറുക്കി എടുക്കണം. ക്യാരറ്റും ചൈന ഗ്രാസും നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും. 2 ട്രേയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഞാൻ 2 ടിഫിൻ ബോക്സിലേക്കാണ് ഇത് ഒഴിച്ചത്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തണുത്ത് നല്ല ജെല്ലി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് അത് ആവശ്യത്തിന് മുറിച്ചെടുക്കാം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല അലുവ മുറിക്കുന്നത് പോലെ കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചാൽ വേഗം തണുത്ത് കിട്ടും. പുറത്ത് വെച്ചാലും ഇതേ രീതിയിലായി കിട്ടും. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം.